ഹലോ, അസ്സലാമു അലൈക്കും. അർക്കി വെബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറുപ്പഴം വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഞാനിപ്പൂവനാണ് ഇട്ടത്, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നൈസായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മുട്ടയാണ് കേട്ടോ. ഞാൻ അതും ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് സോഡാപ്പൊടിയും ചേർത്ത് കൊടുക്കട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. അതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് ഒരു കപ്പ് അരിപ്പൊടിയാണ്. അപ്പം ഞാനത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. നമ്മൾ കട്ടിയൊന്നും കൂടാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ഒരു പിടി തേങ്ങയാണ്. അപ്പോൾ ഇത് ഞാനിതിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിതിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് ചൂടായ എണ്ണയിലോട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് കുറച്ചിങ്ങനെ എടുത്ത് നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. യെല്ലോ കളർ ആയതിനു ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണ്ടിട്ട് നമ്മളൊന്ന് ഇതൊന്ന് വറുത്തെടുക്കാൻ. അപ്പോൾ നല്ല ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് ഇതിന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മളിത് അടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇതാക്കണം. നമുക്കിത് ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇട്ടത്. അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉള്ളൊക്കെ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയുമായി വരുന്നത് വരേക്കും.